ഹായ് ക്രിക്കറ്റ് പ്രേമികളെ, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു പുതുപുത്തൻ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി. എല്ലാവർക്കും പുതിയ ക്രിക്കറ്റ് വിശേഷ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഒപ്പമാണ്. ദുബായിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ, ഫൈനൽ മത്സരത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടാനിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ക്രിക്കറ്റ് ആരാധകരും വളരെയധികം ത്രില്ലടിച്ച് നിൽക്കുന്ന ഒരു സമയമാണിതെന്ന് നന്നായിട്ടറിയാം. പക്ഷേ ആ സമയത്തും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ തെല്ലൊന്ന് ആശങ്കയിലാകുന്ന കുറച്ച് അഭ്യൂഹങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലും ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരഫലം എന്തുതന്നെയാകട്ടെ, ഇന്ത്യയുടെ മൂന്ന് വമ്പന്മാർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സീനിയറായിട്ടുള്ള 3 കളിക്കാർ ഈ ഒരു ടൂർണമെൻറ്റോട് കൂടി ഏകദിന മത്സരങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു എന്ന അഭ്യൂഹം നമ്മൾ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വളരെ നല്ല രീതിയിൽ തന്നെ പരക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അഭ്യൂഹമായി തന്നെ നിൽക്കട്ടെ. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ടീം ഇന്ത്യയുടെ പ്രകടനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നമുക്കും ആശങ്ക തന്നെയാണ്. കാരണം നമുക്കറിയാം, ആദ്യം നമുക്ക് രോഹിത് ശർമ്മയുടെ കാര്യമെടുത്താൽ 37 വയസ്സ് മാത്രമാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച്. അദ്ദേഹം ഏകദിനങ്ങളിൽ നിന്നും മികച്ച ഫോമിൽ കളിക്കുന്ന രോഹിത് ശർമ്മ ഏകദിനങ്ങളിൽ നിന്നും വിരമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം നിരാശാജനകമായ കാര്യമാണ്. അതിലുപരിയായി ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റനായി മാറി രോഹിത് ശർമ്മ ഏകദിനങ്ങളിൽ. കാരണം അദ്ദേഹത്തെ പോലൊരു വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ക്യാപ്റ്റൻ ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ലതാനും. 7% വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ഒരു ക്യാപ്റ്റനാണ് ടീം ഇന്ത്യയുടെ രോഹിത് ശർമ്മ എന്ന് 56 ഏകദിന മത്സരങ്ങൾ ആസ് എ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീം ഇന്ത്യയെ നയിച്ചപ്പോൾ അതിൽ 42 മത്സരങ്ങളും വിജയിക്കാൻ സാധിച്ചു രോഹിത് ശർമ്മയ്ക്ക്. വെറും 12 മത്സരങ്ങൾ മാത്രമാണ് രോഹിത് ശർമ്മ ടീം ഇന്ത്യയെ നയിച്ചപ്പോൾ ടീം പരാജയമറിഞ്ഞത്. ഒരു മത്സരം സമനിലയിലും അവസാനിച്ചു. ICC ടൂർണമെൻറ്റിലേക്ക് വന്നാൽ 15 ICC ടൂർണമെൻറ്റുകളിൽ രോഹിത് ശർമ്മ ടീം ഇന്ത്യയെ നയിച്ചപ്പോൾ അതിൽ 14 സീരീസും വിജയം നേടിയെടുക്കാൻ സാധിച്ചു എന്നത് ഒരു ക്യാപ്റ്റൻ്റെ മികവ് തന്നെയാണ്. ആകെ ഒരൊറ്റ സീരീസ് മാത്രമാണ്, വൺ ഡേ ഇൻ്റർനാഷണൽ സീരീസ് മാത്രമാണ് രോഹിത് ശർമ്മയ്ക്ക് നഷ്ടമായത് എന്നതും നാം ഓരോരുത്തരും ക്രിക്കറ്റ് ആരാധകരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പുതുതലമുറയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, പുതുതലമുറയെ കൊണ്ടുവരുന്നതിന് വേണ്ടി രോഹിത്തിനെ പോലെ ഒരു ക്യാപ്റ്റൻ ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ ടീമിൽ നിന്നും വിരമിക്കണമെന്ന് മുറവിളി കൂട്ടുന്ന ക്രിക്കറ്റ് വിമർശകരോടായി ഒരു വാക്ക്: രോഹിത് ശർമ്മയെപ്പോലുള്ള പൊന്മുട്ടയിടുന്ന താറാവ് എന്നും ടീം ഇന്ത്യയിൽ അനിവാര്യം തന്നെയാണ്. ഏകദിനങ്ങളിൽ എടുത്താൽ രോഹിത് ശർമ്മ ഇനിയും ഒരുപാട് ബാല്യം ടീം ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തെളിയിച്ച ഒരു പ്ലെയർ തന്നെയാണ്. ആസ് എ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് ടീം ഇന്ത്യയുടെ എന്നും മികച്ച ക്യാപ്റ്റൻ എന്ന് നമുക്ക് വിലയിരുത്താം. എന്നാൽ രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏകദിനങ്ങളിൽ രോഹിത് ശർമ്മയെ വെല്ലാൻ ഒരു കളിക്കാരൻ ഓപ്പണിങ്ങിൽ ഈ അടുത്തൊന്നും ടീം ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം, എന്ന് നമുക്ക് പറയാനും സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത്രയ്ക്ക് മികച്ചതാണ്. ഏകദിനങ്ങളിൽ 3 ഡബിൾ സെഞ്ചുറി അടിച്ച ബാറ്റ്സ്മാൻ കൂടിയാണ് ഇന്ത്യയുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ 272 ഏകദിന മത്സരങ്ങളിലായി രോഹിത് ശർമ്മ ടീം ഇന്ത്യക്കായി 11,000-ലധികം റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 48% ആവറേജും 92.8% സ്ട്രൈക്ക് റേറ്റുമുള്ള ഒരു ഇന്ത്യയുടെ മികച്ച ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ തന്നെയാണ് അന്നും ഇന്നും എന്നും രോഹിത് ശർമ്മ. 32 ഏകദിന സെഞ്ചുറികളും 3 ഡബിൾ സെഞ്ചുറികളും അടങ്ങുന്ന രോഹിത് ശർമ്മയുടെ ഏകദിന കരിയറിൽ 264 റൺസാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ. 2023 വേൾഡ് കപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ച് എന്നതാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഏകദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി ആസ് എ ക്യാപ്റ്റൻ നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദിന ലോകകപ്പിൽ പരാജയം നേടിയെങ്കിലും അതിൻ്റെ കണക്ക് 2020 വേൾഡ് കപ്പ് നേടി രോഹിത് ശർമ്മയും സംഘവും തീർത്തു എന്നതും നാം കണ്ടതാണ്. ഇനി നാം ക്രിക്കറ്റ് ആരാധകർക്ക് വേണ്ടി രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടി ഉയർത്താൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു, രോഹിത് ശർമ്മയെ പോലൊരു പ്ലെയർ ഇനിയും ഒരുപാട് വർഷങ്ങൾ ടീം ഇന്ത്യക്ക് വേണ്ടി പേട് കെട്ടാൻ സാധിക്കട്ടെ. ഇതുപോലെ ആക്രമണോത്സുക കാണിക്കുന്ന ഒരു
ഓപ്പണർ ഇനി ഇന്ത്യക്ക് വളർന്നു വരുന്നത് വരെയെങ്കിലും രോഹിത്തിൻ്റെ സാന്നിധ്യം ഓപ്പണിങ്ങിലും ആസ് എ ക്യാപ്റ്റനും ടീം ഇന്ത്യക്ക് അനിവാര്യം തന്നെയാണ്. ടീം ഇന്ത്യക്കും രോഹിത്തിനും ഇനിയും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി മികവ് കൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു.